എന്നാ ദേ ഭയങ്കര ഇതാട്ടോ, ബീച്ച് ഭയങ്കര ഇതല്ലേ, തിരകൾ അടിച്ച് കേറുവാണ്. മേളില് നോക്ക, ആകാശത്തേക്കൊന്ന് നല്ല കറുത്തൊരെണ്ണം വന്നിട്ടുണ്ട്. രാവിലെ വെയിൽ ഇവിടെ ഇങ്ങോട്ട് വെള്ളം നിൽക്കുന്നു, റോഡിലോട്ട് കേട്ടോ, റോഡിലോട്ട് വരുന്ന വെള്ളം. ചാത്തം ബ്രിഡ്ജ്, അച്ഛാ ഈ വയ്യ. ഇതില് കംപ്ലീറ്റ് കാറും കൊണ്ട് പോട്ടോ. टिकट्स आप लोगे? हम टिकट लेके आते हैं. ഇപ്പോ നമ്മൾ എങ്ങനെയാ പോവാൻ പോകുന്നത്? നമ്മൾ यहाँ पर ज्यादा अभी भीड़ नहीं है ना. നമുക്ക് നടക്കാന്നാ പുള്ളി പറഞ്ഞു. ആ പുള്ളി കാറ് കയറ്റിക്കോളും. പൊടി പൊടി പൊടിയോ പൊടി. വാ വാ, വെള്ളം അടുത്ത മഴയ്ക്ക് മുമ്പ് കയറാം. ആ എൻ്റെ അമ്മയെ ഒടുക്കത്തെ മഴ. നമ്മുടെ വണ്ടി ഇതേ പോകുന്നു. അത് ശരി, ഇതിൽ കയറി പോയാൽ മതിയായിരുന്നു. വേഗം മഴ കയറുന്നു. അടിയാ അടിപൊളി. മൗണ്ട് ഹെരിയറിലോട്ടുള്ള ബോട്ടാണേ. മഴ തുടങ്ങി. ആശ, നല്ല സീറ്റുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇവിടെ സീറ്റൊക്കെ ഉണ്ട്. നമ്മുടെ ഫെറിയാണെന്ന് തോന്നുന്നു, മക്രൂസാണെന്ന് തോന്നുന്നു. यहाँ पर कौन सा वाटरफॉल है? नाम क्या है इसका? बारह चट्टान. बारह तांग जो बोलते हैं. बारह चट्टान. बारह टांग जाना बोलता आपको 3 घंटे का सफर. अच्छा. 12 चट्टान इधर से जितने से आपको 15 मिनट लगेगा. अच्छा, अभी अच्छा होगा ना बारिश के टाइम में? हाँ, अभी इस तरह आता है. परसों ही गया था हम लोग. अच्छा. इस तरह वाटरफॉल है. यहाँ बहुत जन होता है. 12 चट्टान चलते नॉर्थ पे जाएंगे ना. हाँ, वहीं से रास्ता है, लेकिन नहीं छोड़ेगा. अभी बोट से जाना पड़ेगा. अगर जाएगा तो ट्रैकिंग करके जाएगा तो वहाँ पर भी एक वाटरफॉल उधर एक है. अच्छा, छोटा वाला 3 नंबर पे. नॉर्थ पे में है क्या? हाँ, वाटरफॉल है 3 नंबर पे. ഇതാണ് ബാംബൂ ഫ്ലാറ്റ് ജെട്ടി. നമ്മൾ അവിടെ നിന്ന് കയറി മൗണ്ട് ഹെരിയറിന് നാഷണൽ പാർക്കിന് വന്ന ജെട്ടി ഇതാണ്.
നമ്മുടെ ക്യാബ് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അവിടെ. SBI ബാംബു ഫ്ലാറ്റ് ബ്രാഞ്ച്, നല്ല പേര്. വെൽക്കം സീ. നമ്മുടെ ഭാര്യയും കൊച്ചും കൂടി അവിടെ ഒരു ബേക്കറി കയറിയിട്ടുണ്ട്. മൗണ്ട് ഹാരിയർ ഒന്നും കിട്ടൂലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു സാധാരണ നമ്മുടെ ഒരു കേരളത്തിലെ ടൗൺ പോലെ തന്നെ. വെറുതെ ഫ്ലൈറ്റും പിടിച്ച് ഇങ്ങോട്ട് വന്നു. നല്ല അതിരപ്പള്ളിയിലും പോയാൽ മതിയായിരുന്നു. പക്ഷെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കേട്ടോ ഇവിടെ. അത് മാത്രമാണ് ഇവിടുത്തെ സപ്പോർട്ട്. എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞാ ഏതാ എന്നാ ബേക്കറി ഉണ്ട്. നമുക്ക് കരിക്കിനുള്ള സ്ഥലത്ത് വയ്ക്കാടി. കരിക്കോടെ കിട്ടുമായിരിക്കും. ബ്രെഡ് മാത്രം വാങ്ങി. ഓ ഇവിടെ നിന്നാണ് മറ്റേ 20 രൂപയുടെ ആ സീനുള്ളത്. പഴയ 20 റുപ്പീസ് നോട്ടിൽ കാണുന്ന വ്യൂ, ഒരു ലൈറ്റ് ഹൗസും ഇതൊക്കെ ആയിട്ടുള്ള ഇത് ഇവിടെയാണ്. ഇപ്പോൾ മൗണ്ട് ഹാരിയറിലോട്ട് പോകുന്ന വഴി കടൽ പോലും 2 കളറാണ്. എന്തല്ലേ അവിടെ ലൈറ്റ് ഹൗസ് കാണാം. ഞാൻ വരും. ഇതാണ് മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്ക്. $50 ഒരാൾക്ക്. റേഞ്ച് ഓഫീസറിൻ്റെ മണിപ്പൂർ പർവ്വത് നാഷണൽ പാർക്ക് കേട്ടോ. മൗണ്ട് ഹാരിയറ്റൊക്കെ മാറിയിട്ട് കൊല്ലങ്ങളായി. കുറേ കിളികളെ കാണാൻ തോന്നുന്നു. കുറേ കിളികളുടെയൊക്കെ സയൻറ്റിഫിക് നെയിംസും ഡിസ്ട്രിബ്യൂഷനും ഹാബിറ്റാറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഫ്രണ്ടിൽ തന്നെ പറഞ്ഞുകൊണ്ട് यहाँ से वॉकिंग करना है. Parking facilities available. It's a Visram, one Visram Grah.
ഇവിടുത്തെ റെസ്റ്റ് ഹൗസസ് ആയിരിക്കണം. എൻ്റെ അമ്മേ, അമ്പലത്തറ പോലത്തെ ആൽമരമുണ്ട്. ഓക്കെ, നോർത്ത് ബേ വ്യൂ പോയിന്റ്. ഇവിടെ നോർത്ത് ബേ കാണാൻ പറ്റിയാൽ കൊള്ളാം. നോക്കട്ടെ. Hazel? Yuk, tangger apa baca? Baca kok tangger apa? Apa baca? Berapa dah? Kedua. Oke. നമ്മൾ മൗണ്ട് മണിപ്പൂർ ഈ മൗണ്ട് ഹെരിയഡ് നാഷണൽ പാർക്കിലാണ്. നല്ലൊരു കട്ട എൻവയൺമെൻറ്റാണ്. ഡ്രൈവർ പറഞ്ഞാൽ നമുക്കിവിടെ അരമണിക്കൂറേ ഉള്ളൂ എന്ന്. ഇവിടെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ആംബിയൻസ് ആണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോറസ്റ്റുകാർ. കിളികളെയൊക്കെ കാണാമെന്നറിയാം. എനിക്കൊരു കിളീനെയും കണ്ടില്ല, ഞാനൊരു കിളിയും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അത് ഇത്രയും പേരെ കൊണ്ടെന്നാണ് പറയുന്നത്. നോക്കാടാ, ശരി. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. 4 മണിക്ക് പൂട്ടും കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളൊരു 2 മണിക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് ഇവിടെ എത്താൻ സാധിക്കുക. അപ്പോൾ ബോട്ടിൻ്റെ ടൈമിംഗ് കൂടി എടുത്തു കഴിഞ്ഞാൽ, കാരണം ബോട്ടിൻ്റെ അവിടെ ട്രാഫിക് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് സമയവും. അപ്പോൾ അതിനനുസരിച്ച് വരാൻ നോക്കുക. ലഞ്ച് കഴിഞ്ഞിട്ടൊരു 2 മണിക്കെങ്കിലും എത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു സമയം കിട്ടും. കാലാപത്തറിൻ്റെ ട്രെക്കാണിത്. അപ്പുറത്ത് മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രായമുള്ളവരൊക്കെ ഉള്ള കാരണം നടക്കില്ല. 2.5 കിലോമീറ്ററാണ് ട്രക്കിംഗ് കാണിക്കുന്നത്. ഓക്കെ, ലീച്ച് പ്രോൺ സോൺ. ഓക്കെ, ശരി. ഷൂ ഉണ്ട് കയ്യിൽ, പക്ഷെ കാര്യമില്ല. പിള്ളേരെ പറ്റിക്കാനായിട്ട് കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോള് കണ്ടില്ലെങ്കിൽ ഭാഗ്യം. വാവ്, ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. ഇതാണ് എമറാൾഡ് വ്യൂ പോയിന്റ്. ഇത് കൊള്ളാം. മേഘങ്ങൾ ഇന്ന് കഷ്ടകാലത്തിന് മഴ. ഓക്കെ, ജനുവരിയാണ്, എന്നാലും കാര്യമില്ല. അമ്മേ, കൊള്ളാം. എങ്ങനെയൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. ഇതോ അതാ ഡിഫർ ചെയ്തോ, അവിടെ കാണുന്നതാണ്. എന്തല്ലേ നല്ല കാറ്റ്, നല്ല ആൾട്ട്. അപ്പോൾ ഈ നോർത്ത് ബേയും മൗണ്ട് ഹൈറ്റൊക്കെ ഒരേ ഐലൻഡിൻ്റെ ഭാഗമാണ്. ഓക്കെ, റോഡ് പണിയുന്നുണ്ടെന്ന് കേൾക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റേ ബോട്ടുകാരുടെ ബിസിനസ് പൊളിയും. ഇതാണ് മൗണ്ട് മണിപ്പൂർ നാഷണൽ പാർക്ക്. ഇവിടെ 2-3 ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 2-3 ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ബുക്ക് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഇവിടെ ടെൻറ്റഡ് അക്കോമഡേഷനാണ്. ഫോർ റെൻറ്റിന് കിട്ടുമായിരിക്കും. ഒന്നെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിനായിരിക്കും, അല്ലെങ്കിൽ ജനറൽ പബ്ലിക് ഉണ്ടോയെന്ന് അറിയില്ല. അല്ലെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ജസ്റ്റ് ഒരു ദിവസം വന്ന് താമസിക്കാൻ. പക്ഷേ ഇവിടെ വേറെ ഒന്നും കാണാനില്ല ഈ ഏരിയയിൽ. നോർത്ത് ബേ എന്നുള്ള റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ ഇവിടെ വന്ന് താമസിച്ചിട്ട് നോർത്ത് ബേ കണ്ടിട്ട് തിരിച്ചു വരാവുന്ന രീതിയിൽ അങ്ങനെ വല്ലതും പ്ലാൻ ചെയ്യാവുന്നതാണ്. അത്രേ ഉള്ളൂ. അവിടെ 2-3 ഗസ്റ്റ് ഹൗസ് പോലെ ഉണ്ട്. അത് ഫോറസ്റ്റ് കോട്ടേജ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. മിക്കവാറും ഫോറസ്റ്റുകാർക്കുള്ളതായിരിക്കും. ഓക്കെ, ഇവിടുത്തെ ഒരാളോട് ചോദിച്ചപ്പോൾ ഇവിടെ 5 അക്കോമഡേഷൻ ഉണ്ട്. അതായത് ഒരു 2 ടെൻറ്റഡ്, 2 നോർമൽ, അതായത് ബ്രിക്ക് ആൻഡ് മോട്ടർ നോർമൽ അക്കോമഡേഷൻ, പിന്നെ ഒരു കട്ട, ഒരു VIP ടൈപ്പ്. കട്ട VIP എന്നല്ല, പക്ഷേ സാധാരണ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ടോട്ടൽ 5. ഓൺലൈൻ ബുക്കിംഗ് കാണും, അല്ലെങ്കിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വഴി ബുക്ക് ചെയ്യണം. പരിചയമുള്ളവർക്ക് ഫോൺ വഴിയും ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ പോർട്ടൽ ഉണ്ടോ എന്ന് ഇവിടെയുള്ള ആൾക്കറിയില്ല. അതാണ് സംഭവം.
ആൽമരത്തിൻ്റെ കാറ്റൊരു പ്രത്യേക ലെവലാണേ. നല്ല പഴക്കമുള്ള ആൽമരമാണ്. നമ്മുടെ അമ്പലങ്ങളിൽ കാണുന്ന ആൽമരത്തിൻ്റെ ഒരു ഗ്രിത്ത് എന്ന് പറയുന്ന സാധനം ഒരു 2 ഇരട്ടിയെങ്കിലും കാണും. കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നല്ല കാറ്റാണ്, വെറുതെ ഇരിക്കും. വെറുതെ അല്ല പണ്ടത്തെ നാട്ടുകാർ നമ്മുടെയൊക്കെ ആൽമരത്തിൻ്റെ ചുവട്ടി വന്നിരുന്നുകൊണ്ടിരുന്നത്.